ഈ CPM PBയുടെ കത്ത് ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പം CPMനകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും CPMനെ പോലുള്ള ഒരു കേഡർ പാർട്ടിക്ക് അവരുടെ അകത്തെ ചർച്ചകൾ പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. മുൻപ് CPMനകത്തെ ചർച്ചകളൊന്നും കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കത്ത് വിവാദത്തിൽ CPM ഏതൊക്കെ രീതിയിലാണ് പ്രതിരോധത്തിലാവുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇതിൽ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. കാരണം മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ CPMനെ ആശങ്കപ്പെടുത്തുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ രാജേഷ് കൃഷ്ണയുടെ അഭിഭാഷകൻ എന്ന് പറയുന്നത് CPMനെതിരെ നിരന്തരം പോരാടുന്ന ഒരു BJP ഉന്നതനാണ്. എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിലുള്ളൊരു നീക്കമെന്ന് ഒരു പക്ഷം അവകാശപ്പെടുമ്പോഴും കത്ത് ചോർച്ച CPMനെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇത് വലിയ രീതിയിൽ കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളൊരു ഭീതി CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം പരാമർശിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഷർഷാദ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതി വന്നിരിക്കുന്നത്. നേരത്തെ പുറത്തു വന്നതാണെന്നും വാട്സാപ്പിൽ കുറച്ച് കാലങ്ങളായി കറങ്ങി നടക്കുന്നതാണെന്നും ആണ് MP രാജേഷ് പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് തോന്നിവാസം പറയരുതെന്നൊക്കെയുള്ള രീതിയിലാണ് MP രാജേഷ് പത്രക്കാരോട് പറയുന്നത്. എന്നാൽ വാട്സാപ്പിൽ കറങ്ങി നടന്ന കത്ത് ഒരു കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതോടെ അതിന് പുതിയ മാനം കൈവന്നുവെന്നും ആധികാരികത വന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വാദിക്കുന്നത്. അപ്പോൾ CPMനുള്ളിലെ ഉൾക്കാറ്റായി മാറുന്ന കത്ത് വിവാദം നേതാക്കൾക്കിടയിലെ ഭിന്നത എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾക്കും ഇടയാക്കുന്നുണ്ട്. ലണ്ടനിലെ CPM അനുഭാവിയായ രാജേഷ് കൃഷ്ണയും ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദും തമ്മിലുള്ള തർക്കമാണ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള ശീതസമരമായി മാറുന്നത്. പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് നൽകിയ പരാതി കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നിൽ പാർട്ടിക്കുള്ളിലേക്ക് തീ പടർത്തുക എന്ന ലക്ഷ്യമാണുള്ളതെന്ന സംശയമാണ് മിക്ക നേതാക്കൾക്കുമുള്ളത്. പാർട്ടിക്ക് നൽകിയ കത്തിൽ മന്ത്രിമാർക്കെതിരെ അടക്കം ആരോപണങ്ങളുണ്ട്. ഇത് കോടതി വ്യവഹാരങ്ങളുടെ ഭാഗമാകുമ്പോൾ അത് ഭാവിയിൽ CPMന് തന്നെ തിരിച്ചടിയായേക്കും. മുൻകാലങ്ങളിലടക്കം ഇത്തരം അനുഭവങ്ങൾ CPMനുണ്ട്. അത് പലപ്പോഴും നമുക്കറിയാമല്ലോ, പല വിഷയങ്ങളിലും CPMനെ അത് പ്രതിരോധിക്കാൻ ഒരുപാട് കാലം പിന്നെ വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജേഷ് കൃഷ്ണ കോടതിയിൽ കത്ത് ഹർജിക്കൊപ്പം ഉൾപ്പെടുത്തിയെന്നാണ് നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളാണ് ഇങ്ങനെ ചെയ്തതെന്നതാണ് പാർട്ടിയുടെ ഉൾപ്പോരിലേക്കും വിരൽ ചൂണ്ടുന്നത്. BJPയിലെ ഉന്നതനാണ് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ എന്നതും പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അഭിഭാഷകൻ ജോജോ ജോസ് മുഖേനയാണ് രാജേഷ് ഹർജി നൽകിയത്. CPMനെതിരെ നിരന്തരം കോടതി വിവാദം നടത്തിയ വ്യക്തിയാണ് ജോജോ ജോസ്. ഇതെല്ലാം നേതാക്കളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ വിവാദം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നാണ് ഒരു പക്ഷത്തിൻ്റെ വാദം. അതായത് പിണറായിയുടെ ടീമുകൾ ചേർന്നിട്ട് എം വി ഗോവിന്ദനെതിരെ കളിക്കുന്നൊരു കളിയാണെന്നുള്ള രീതിയിൽ പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ശ്യാംജിത്താണ്, അതായത് എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്താണ് കത്ത് ചോർത്തി കൊടുത്തതെന്ന ആരോപണം പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഷർഷാദ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എം വി ഗോവിന്ദൻ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കത്ത് അദ്ദേഹം തന്നെ ചോർത്തി കൊടുക്കുമോ എന്നതാണ് ഇതിൽ ഉയരുന്ന സംശയം. അതായത് സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു വിധത്തിൽ എം വി ഗോവിന്ദൻ പ്രവർത്തിക്കുമോ എന്നുള്ള സംശയമാണ് എല്ലാവരിലും ഉയരുന്നത്. എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നത് മുതൽ EP ജയരാജനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയതിന് പിന്നിൽ പോലും ഗോവിന്ദൻ്റെ കടുത്ത നിലപാടുകളാണെന്നാണ് ജയരാജനെ പിന്തുണയ്ക്കുന്നവരുടെ വിശ്വാസം. അതിനാൽ ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിൽ EP ജയരാജനെ എതിർപക്ഷത്ത് നിർത്തിയുള്ള പ്രചാരണം ശക്തമാണ്. ഷർഷാദ് ആദ്യം പരാതി നൽകിയത് കോടിയേരി ബാലകൃഷ്ണനും പിന്നീട് നൽകിയത് പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധാവളയ്ക്കുമാണ്. അശോക് ധാവളയുടെ അടുത്ത് ഇന്നലെ മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ തിരിച്ച് പെട്ടെന്ന് പോവുകയായിരുന്നു ചെയ്തത്. കോടിയേരിക്ക് മലയാളത്തിലും ധാവളയ്ക്ക് ഇംഗ്ലീഷിലും തയ്യാറാക്കിയ പരാതികളാണ് നൽകിയത്. ചോർന്നത് ഇംഗ്ലീഷ് പരാതിയാണ്. ഇതാണ് സംസ്ഥാന ഘടകത്തിലെ ചേരുതിരിവുകൾക്കപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനം ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്നത്. രാജേഷ് കൃഷ്ണയുടെ പാർട്ടിയിലെ ഇടപെടൽ സംശയത്തോടെയാണ് നേരത്തെ പോളിറ്റ് ബ്യൂറോ കണ്ടിരുന്നത്. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ നിന്നും തിരിച്ചയച്ചതും ഈ പശ്ചാത്തലത്തിലാണ്. PV അൻവറുമായി അടക്കമുള്ള ബന്ധങ്ങളാണെന്ന് വിവാദമായി ഉയർന്നത്. കുറച്ചു കാലമായി എം വി ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ള നീക്കം CPMൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പയ്യന്നൂരിലെ ജോത്സ്യനെ കാണാൻ മാസങ്ങൾക്ക് മുമ്പ് എം വി ഗോവിന്ദൻ പോയതിൻ്റെ ദൃശ്യം പുറത്തുവിട്ട് ആദ്യ പ്രഹരം നടത്തി. കാരണം ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ പിണറായി വിജയന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇനി എം വി ഗോവിന്ദനാകുമോ മുഖ്യമന്ത്രി എന്നുള്ളൊരു ഭയം നിഴലിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണോ എം വി ഗോവിന്ദനെതിരെയുള്ള ഈ നീക്കം എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. ദിവസങ്ങൾക്കകം ഈ ജോത്സ്യനുമായി ബന്ധപ്പെട്ട വിഷയം ദിവസങ്ങൾക്കകം കെട്ടടങ്ങിയെങ്കിലും എം വി ഗോവിന്ദനുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു അത്. ഇതിന് പിന്നാലെയാണ് ഷർഷാദിൻ്റെ കത്തും വിവാദമായി മാറിയത്. മൂന്നാം സർക്കാർ ലക്ഷ്യമിടുമ്പോൾ തന്നെ പിണറായി വിജയൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യം നേതാക്കൾക്കിടയിലുണ്ട്. സ്വാഭാവികമായി അത്തരത്തിലൊരു
ചോദ്യം നേതാക്കൾക്കിടയിലുണ്ടല്ലോ. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഗോവിന്ദനെ ഈ സ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. കാരണം പിണറായിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ആര്, അത് ഗോവിന്ദനാണോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അത് തടയൽ ലക്ഷ്യമിട്ടാണോ ഇത്തരത്തിൽ ജോത്സ്യനെ സന്ദർശിക്കാൻ പോയത്, ഇപ്പോൾ ഈ PBയിലുള്ള കത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനിടെ നേതാക്കൾക്ക് മേൽ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് PB നൽകിയ കത്ത് ചോർന്ന സംഭവത്തിലും ആരോപണങ്ങളിലും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി CPM ദേശീയ നേതൃത്വം. ഡൽഹി AKG ഭവനിൽ നടക്കുന്ന PB യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളാരും പ്രതികരണത്തിന് തയ്യാറായില്ല. ആരോപണം ശുദ്ധ അസംബന്ധമെന്ന പ്രതികരണം മാത്രമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാധ്യമപ്രവർത്തകർ പിന്നാലെ കൂടിയപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നീട് പറയാമെന്ന് വ്യക്തമാക്കി അദ്ദേഹം AKG ഭവനിലേക്ക് കയറിപ്പോയി. MA ബേബിക്കല്ലേ കത്തയച്ചത്, ബേബിയോട് ചോദിക്കുമെന്നായിരുന്നു പ്രകാശ് കാരാട്ടിൻ്റെ പ്രതികരണം. പലരും പലതും പറയും, റോഡിൽ പോകുന്നവർ പറയുന്നതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കില്ലെന്നായിരുന്നു A വിജയരാഘവൻ്റെ മറുപടി. അശോക് ധവളയും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച PB യോഗമാണ് ഡൽഹിയിൽ നടക്കുന്ന. യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടില്ല. സ്വാഭാവികമായും ഈ MV ഗോവിന്ദനെതിരെയുള്ള നീക്കമാണോ എന്നുള്ളൊരു സംശയം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. കാരണം അടുത്ത പിൻഗാമി എന്ന് പറയാൻ MV ഗോവിന്ദൻ മാത്രമാണുള്ളത്. കാരണം ബാക്കി ജയരാജന്മാരൊക്കെ ഒതുങ്ങി ഇരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. പിന്നെ ഏതായാലും മുഹമ്മദ് റിയാസിനെ എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അദ്ദേഹം തീരെ ജൂനിയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം പാർട്ടിയിലെ മുതിർന്ന ആളെന്ന നിലയിൽ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം MV ഗോവിന്ദന് തന്നെ കൊടുക്കേണ്ടി വരും CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിനുവേണ്ടി MV ഗോവിന്ദനെ വെട്ടാൻ ഇത്തരത്തിൽ ജോത്സ്യനെതിരെയുള്ള ആരോപണം, ജോത്സ്യനെ കാണാൻ പോയെന്നുള്ള ആരോപണം, ഇപ്പോൾ കത്തുമായി ബന്ധപ്പെട്ട് മകനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനൊക്കെ ഒരു സംശയം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ CPMനെതിരെ നിരന്തരം ബാധിക്കുന്ന BJPയുടെ ഉന്നതനാണ് ഇതിനു വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഏതായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടുത്തൊരു പ്രതിസന്ധി ഈ ഒരു കത്തുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളടക്കം എല്ലാം ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും മറ്റെന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് ഇതിന് മുകളിലിട്ടാൽ മാത്രമേ പാർട്ടിക്കൊരു മോചനം ലഭ്യമാവുകയുള്ളൂ. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇത് വലിയൊരു തിരിച്ചടി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ ഇതിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി മുഖ്യമന്ത്രി ഏത് തരത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് പ്രതികരിക്കുന്നതെന്ന് അറിയാം. MA ബേബി പോലും ഒന്നും പറയാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രകാശ് കാരാട്ടും പ്രതികരിക്കുന്നില്ല. പലരും പല വിധത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. A വിജയരാഘവനൊക്കെ വളരെ ശോഭത്തോടു കൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്വാഭാവികമായും ഇതിൽ വേറൊരു കാര്യം ഇപ്പോൾ വിൻചേട്ടൻ പറഞ്ഞില്ലേ, വേറൊരു വാർത്ത കൊണ്ടൊന്നും ഇതിന്റെ മേളിലിട്ടാൽ ഈ മാറുമെന്ന് പറഞ്ഞില്ലേ. അതെ, ഈ വാർത്തയ്ക്ക് തൊട്ട് മുന്നേ വന്ന വാർത്ത ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ വാർത്തയ്ക്ക് EP ജയരാജന്റെ വാർത്ത. ആ വാർത്ത മറയ്ക്കാൻ വന്നൊരു വാർത്തയായിട്ട് ഇത് കാണാൻ പറ്റൂലേ? ചിലപ്പോൾ അങ്ങനെയും വരാം. കാരണം എന്ന് പറഞ്ഞാൽ EP ജയരാജനെതിരെയുള്ള നീക്കങ്ങൾ കുറേ നാളായിട്ടുണ്ടല്ലോ ഇതിനകത്ത് പാർട്ടിക്കുള്ളിൽ. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്നിട്ട് റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് EP ജയരാജന്റെ കുടുംബത്തിനും അതിൽ മറ്റേ സാമ്പത്തിക ഇടപാടുണ്ടെന്നും ഓഹരികളുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്കകത്തൊക്കെ വലിയ ചർച്ച നടന്ന സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇതിനിടയ്ക്ക് ഒരു പത്രത്തിൽ വാർത്ത വന്നിട്ടായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലെങ്ങാണ്ട് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വന്നു. അന്ന് ഈ ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ വേറെ എന്തോ ഒരു സംഭവം വന്നപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ആ സംഭവം വീണ്ടും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നു. അത് വീണ്ടും മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലാണ് ഈ വാർത്ത കയറി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത മറയ്ക്കാൻ ഒരു വാർത്തയായിരിക്കും ഇത്. ഇനി ഇത് മറയ്ക്കണമെങ്കിൽ അടുത്ത വാർത്ത കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷേ CPMന് ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഒരു വാർത്ത എന്തെങ്കിലും CPMന് വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയൂ. ഈ കത്ത് വിവാദം എന്നല്ല, എന്ത് വിവാദം വന്നു കഴിഞ്ഞാലും CPM പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും നേതാക്കന്മാർ ഒരു മൈൻഡ് ഇല്ലാണ്ട് അവർ പോയത്. അതേസമയം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ പല നേതാക്കളും പല അഭിപ്രായം പറഞ്ഞിട്ട് വലിയ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല, തീരുമാനം എടുത്തിട്ടുണ്ടാവും. പിന്നെ മൈക്ക് നീട്ടുന്നവരോട് നിങ്ങൾക്ക് അല്ല, അത് മാത്രമല്ല ഇപ്പോൾ ചാനൽ ചർച്ചയിലാണെങ്കിൽ ഈ വിഷയമാണെങ്കിൽ പ്രതികരിക്കേണ്ടത് AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇതിന് ഇവർക്ക് ആരെയും കിട്ടില്ല. അപ്പോൾ ചർച്ച ഒഴുക്കുകയില്ല. സ്വാഭാവികമായിട്ട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതം കെട്ടടക്കും. അതാണ് സംഭവിച്ചത്. വേറെ മാത്രമേ ഈ വാർത്ത ഉണ്ടാവുള്ളൂ. മാത്രമേ വിൻചേട്ടൻ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. ഒരു വാർത്ത മറയ്ക്കാൻ വേണ്ടി വന്ന വേറെ വാർത്ത, അത്രേ ഉള്ളൂ.